ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലക്കി ഫാമിലിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അവരെ കുറിച്ചിട്ട് കുറച്ച് മുമ്പ് കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഭയങ്കര വിമർശനങ്ങളായിരുന്നു. അനു ചിരിക്കുന്നില്ല, അതുപോലെ തന്നെ ഏട്ടത്തിയമ്മയെ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വിമർശനങ്ങൾ. ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിനോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണം കൂടെ ആയപ്പോൾ പിന്നെ അനുവിന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈ കമന്റ് ഒക്കെ കുത്തിയിരുന്ന് വായിച്ചിട്ട് ഞാൻ ഒരിക്കലാണെങ്കിൽ റൂമിലോട്ട് കയറി വന്നപ്പോൾ അനുവിന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മക്കൾ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുവിന്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറയുന്ന പോലെയൊക്കെ തോന്നി. അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇതുവരെ ചേട്ടന്റെ ഫാമിലിയെ കുറിച്ച് ആരും കമന്റ്സ് ഇങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ എൻഗേജ്മെന്റ് ഞാനുമായിട്ട് കഴിഞ്ഞപ്പം ഇവരുടെ ചാനൽ ഇങ്ങനെയുള്ള കമന്റ്സ് വന്നു തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് ഒരു ടെൻഷൻ, ഇനി എന്റെ മോള് ഇങ്ങനെ പോയിട്ടല്ലേ, അങ്ങനെ അമ്മ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ആയി. അപ്പൊ ഞാൻ അവർക്കറിയില്ലല്ലോ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണെന്ന്. ഞാൻ പിന്നെ അനുവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോടെ, ഇതാണ് നീ പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞവരെ തിരുത്തി പറയേണ്ട ഇതാവും. പിന്നെ അനുവിന്റെ വീട്ടിൽ ചെന്നാലും പറഞ്ഞ് ഓക്കെ ആക്കി. പിന്നെ അവർക്ക് ഭയങ്കര ഇതായിരുന്നു, വിഷമം. പിന്നെ അവരുടെ ഫാമിലിയിലുള്ളവർക്കല്ലേ മെയിനായിട്ട് വീഡിയോസ് എല്ലാം കാണുന്നവരല്ലേ. ഈ കമന്റ് ഒക്കെ ഇങ്ങനെ വന്നപ്പോഴായാലും അവരെ മുഖത്ത് പറയാതെ പറഞ്ഞുകൊണ്ട് ചിരിക്കുമല്ലോ വീട്ടുകാർക്ക്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു. കുഴപ്പമില്ല. അതിലൂടെ ഒരു കാര്യം മനസ്സിലായെന്ന് ചേച്ചി, 99% ആളുകളും മനുഷ്യന്മാരുടെ പുറമേയുള്ള ഒരു അപ്പിയറൻസ് കണ്ടിട്ടാണ് മനുഷ്യന്മാരെ വിലയിരുത്തുന്നത്. ആരുടെയും സ്വന്തം റിയൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാതെ വന്ന് കമന്റ്സ് ഇടും, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം കുഴപ്പമില്ല, അറിയാം. അങ്ങനെ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും അനുവിനെ കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഏടത്തിയമ്മേനെ അതായത് ആതിരനെ കുറ്റപ്പെടുത്തി ഓരോ കമൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അനു ചിരിക്കുന്നില്ല, ഏടത്തിയമ്മ ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമൻസുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെയാണ് അവർ ഇതിലൂടെ ഈ ഇൻ്റർവ്യൂയിലൂടെ അവർ തുറന്ന് പറയുന്നത് കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ വീട് പാലിച്ച് കഴിഞ്ഞ് പിന്നെ അനുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ കേക്ക് വാങ്ങി കഴിച്ചില്ല, പിന്നെ എനിക്ക് എല്ലാ വീട് വെച്ച് ഇവർക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുള്ള കമന്റ് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ യൂട്യൂബ് എടുത്ത് ഇപ്പൊ അതിനെ 10-16 ഒരു ബ്ലോഗായിട്ടിട്ട് റിയാക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിയാണ്, അതിനൊരു മുഖം കണ്ടെങ്കിൽ അങ്ങനെ തോന്നും. അതിന് പിന്നെ എന്തിനാ കാല് വെച്ചാ വീട്ടിൽ കയറി വന്ന് അങ്ങനെയൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്നു എല്ലാവരും ആ വീഡിയോ എടുത്ത് വെച്ച്. ഇതിപ്പോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് ഡെയിലി വീഡിയോസ് പകുതി കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് മാത്രമേ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് ജഡ്ജ്മെന്റൽ ആവാ, അത് ഈ കമന്റ്സ് എന്ന് പറയുന്ന ഒരു എല്ലാത്തൊരു പരിധി ഉണ്ടല്ലോ, അതിനപ്പുറം വരുമ്പോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഡീൽ ചെയ്യുന്ന പോലെ എടുക്കണമെന്നില്ല. സോ അതെങ്ങനെയാ ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ എങ്ങനെ ബിൽഡ് ആവും? മെയിനായിട്ട് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങനെ പറഞ്ഞ ചേച്ചിയെ പറഞ്ഞ അനുവിനെ പറഞ്ഞ അങ്ങനെ റിയാക്ട് ചെയ്തില്ല. ലക്കി നിക്കിയെ പറയുമ്പോൾ മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഇവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കേട്ടോ. അപ്പം അവർ വിചാരിക്കുന്നത് ഇവർ കുടുംബം രണ്ടാക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് ഇവരെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഭാവനാത്മകമായിട്ട് അങ്ങോട്ട് കമൻറ്റ് ബോക്സിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നവർ ചിന്തിക്കുക, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഈ കമൻസിലൂടെ നിങ്ങൾ പറയുന്നത് അല്ലേ. അങ്ങനെ പറയുമ്പോൾ എല്ലാ കുടുംബത്തിലും അങ്ങനെ ആയിക്കോളാം എന്നില്ല. ഓക്കെ, ഒരു കമന്റ് ഏതൊരു ചേച്ചിയാണ് ഏട്ടത്തിയമ്മയെ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ ചേട്ടനെ കൊണ്ട് പോകും, അങ്ങനെയെന്നോ അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു. ഞങ്ങള് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അങ്ങനെയല്ല അതുകൊണ്ട് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് നമ്മളെ ഒട്ടും ഹേർട്ട് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്ന് അത് ചിന്തിക്കും. അതിനിപ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഓൾറെഡി നിങ്ങളുടെ നേരിട്ട് വന്ന് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ കണ്ടോണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കുന്നയോ നേരിട്ട് അറിയാത്ത ആളുകളാണെങ്കിലും ഇത്തരത്തിൽ കമന്റ്സ് ഇടണേന്നാണ്. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നാണ് ആളുകൾക്ക് അറിയേണ്ടത്. അത് ഇതോടുകൂടി തീരുമാനമായിക്കോളൂ. ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര്, ഞാൻ അറിയാത്ത ഒരുപാട് പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഞാൻ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നവളാണ്. ആ ചേച്ചി കണ്ടതാണല്ലോ, അമ്മയും ചേച്ചിയായിട്ടുള്ള ബോണ്ട് ഞാൻ നശിപ്പിക്കും, ചേട്ടന് കിട്ടേണ്ട പെണ്ണല്ല ഞാൻ, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് പേഴ്സണലി എന്നെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു സമയത്ത് കാർ ഓട്ടിക്കുന്ന ഒരു വീഡിയോയില് അവരെ ക്യാമറ ചേട്ടൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇടാൻ, ഞാൻ അങ്ങനെ ആറ്റിറ്റ്യൂഡ് അത് കണ്ടിട്ട് കുറെ
ഞാൻ കുടുംബം രണ്ടാക്കാൻ വന്നവളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഇട്ടവരുണ്ട്. പിന്നെ ചേട്ടനോടും ചേച്ചിയോടൊക്കെ പറയുമ്പോൾ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഇപ്പം കുഴപ്പമില്ല. സങ്കടപ്പെടുത്തിയ ഒരുപാട് കമന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അവരൊക്കെ നല്ലത് പറയുന്നുണ്ട്, നല്ല കമന്റ്സ് ഇടുന്നുണ്ട്. സന്തോഷം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ പറയുക, കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഒരു ഫാമിലിനെ കുറിച്ചിട്ട് ഇപ്പോൾ ലക്കി ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉത്തമ കുടുംബത്തിന് ഉദാഹരണമാണ് അവർ. അവരുടെ ആ ഒരു സ്നേഹവും ഐക്യവും കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ കൊതിയാവില്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫാമിലിനെ കുറിച്ചിട്ട് ഓരോരുത്തരും അവരുടെ മക്കളെ കുറിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവർ പല പല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. റിയാക്ഷൻ വീഡിയോ ആയിക്കോട്ടെ, അതുപോലെ ഫാമിലി വ്ളോഗ്സ്, അങ്ങനെ പല രീതിയിൽ പല കണ്ടൻസാണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഫാമിലി കണ്ടൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് ഇതുവരെ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അനുവിൻ്റെ കല്യാണ ശേഷം അല്ലെങ്കിൽ അനുവിൻ്റെ എൻഗേജ്മെൻറ്റിന് ശേഷം അനുവിൻ്റെ ഫേസ് അങ്ങോട്ട് റിവീൽ ചെയ്തപ്പോഴാണ് നെഗറ്റീവ് കമൻറ്റ്സ് കൊണ്ടൊരു ആറാട്ടുണ്ടായെന്ന് ഇവർ പറഞ്ഞത്. അപ്പോൾ അനുവിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നു. അതായത് ഇപ്പോൾ അവൾ ചിരിക്കുന്നില്ല, അനുവിന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് മാറ്റം തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് നിറയാണ് അനു ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ അനുവിന് സമ്മതമല്ലാതെയാണ് കല്യാണം കഴിക്കുന്നത്, നിർബന്ധിച്ചാണ് കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ബോക്സ് ഉണ്ടാക്കുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവർ റിയാക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട്, ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അത് ഫുൾ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഡെയിലി വ്ളോഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഷോർട്സ് എന്തും ആയിക്കോട്ടെ, അതിൽ എല്ലാ കാര്യങ്ങളും അതിൽ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടാവും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് അവർക്ക് എന്താണോ മറ്റുള്ളവർക്ക് എത്തിക്കേണ്ടത് അത് മാത്രമേ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാതും കവർ ചെയ്തിട്ട് ഇടുന്നവരുണ്ടായിരിക്കും. ഓക്കെ, മെജോറിറ്റി എന്ന് പറയുന്നതും എല്ലാതും ഉൾപ്പെടുത്താതെയാണ് വീഡിയോസ് ചെയ്യുന്നത്. വേണ്ടപ്പെട്ട ഒരാൾ കൂടില്ലാത്ത എത്രത്തോളം പേരുണ്ട്? അത് ഞാൻ പുറത്തങ്ങനെ കാണിക്കൂല, മാക്സിമം ഉള്ളിൽ അങ്ങനെ വെച്ചിരിക്കും. ചേച്ചി പറയാം എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു, എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും പോയൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ പറയും. ചേച്ചി ഇങ്ങനെ ചേട്ടനോട് ചേട്ടാ ഞാൻ ഇതുപോലെ ഒരു മാസത്തിൽ വന്ന് ഞാൻ കാണട്ടെ ചേട്ടനെ. അപ്പം ചേട്ടൻ പറയും വേണ്ട വരണ്ട. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചേട്ടനെ വിളിച്ചിരുന്നു, ചേട്ടാ വന്ന കുഴപ്പമില്ല, ഒരു മാസത്തിൽ ഒരിക്കലും ചേച്ചി വന്നിട്ട് പോണ കുഴപ്പമില്ല, വന്നിട്ട് പോയിട്ട് ഞാൻ ഇവിടെ നിൽക്കണ്ടേ, എനിക്കത് പറ്റൂല. നെഗറ്റീവ് കമൻറ്റ്സ് ഇടണ്ടെന്നല്ല, നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ എന്താ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.